എന്തെന്നാ കാണിക്കണേ? പൈസക്ക് അത്യാവശ്യം ഈ സാരി കൊണ്ട് കൊടുത്താലും ഇങ്ങനെ ആലോചിക്കേ. സാരി എവിടെ കൊടുക്കാന്ന്? അപ്പൊ അത് കേട്ടില്ല, തൃശ്ശൂരൊക്കെ ഉള്ളത് ഇപ്പൊ എല്ലാവരും മറ്റേ റീൽസിലൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ല, പട്ട് സാരി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു. അപ്പൊ ഞാനാണെങ്കിൽ പട്ട് സാരി എടുക്കാറേ ഇല്ല. ഇപ്പൊ തോന്നണ എന്റെ പൊന്നു പിതാവേ, പട്ട് സാരി എടുത്താൽ മതിയായിരുന്നു. അലമാര നിറച്ച സാരി ഉണ്ട്, പക്ഷെ പട്ട് സാരി എന്ന് പറഞ്ഞിട്ട് ആകെ കല്യാണ സാരിയും ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ. പക്ഷെ കല്യാണ സാരി കൊടുക്കാനായിട്ട് മനസ്സില്ല. അത് മക്കളുടെ കയ്യിൽ തലമുറയായിട്ട് ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തേച്ചേക്കാം. അത് മക്കൾക്കുള്ളതാണ് കല്യാണ സാരി. അപ്പൊ ഈ സാരി പപ്പിയുടെ കുർബാന സ്വീകരണത്തിന്, പപ്പിയുടെ അല്ലേ പൊന്നുന്റെ? ഏയ് അവളുടെ അല്ലേ, പപ്പിയുടെ പമ്മുന്റെ. പമ്മുന്റെ അല്ല, പമ്മുന്റെ കുർബാന സ്വീകരണത്തിന് എടുത്തത്. ആ അതെ, പമ്മുന്റെ കുർബാന സ്വീകരണത്തിന് എടുത്ത പട്ട് സാരിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഈ സാരി എടുത്തിട്ട്. അപ്പൊ ഞാൻ ആകെ 2 വട്ടം 3 വട്ടം ഈ സാരി എടുത്തിട്ടുള്ളൂ. അപ്പൊ ഉരച്ചു നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു വെള്ള കളറൊക്കെ കാണണം. അപ്പൊ വെള്ളിക്കസവാണെന്ന് വിചാരിക്കണ്. അപ്പൊ എന്തായാലും തൃശ്ശൂർ കൊണ്ടു കൊടുത്തിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പൊ കിച്ചു നമുക്കൊന്ന് പോയാലോ? അപ്പൊ തൃശ്ശൂര് നമ്മള് ആ സാരി കൊടുക്കുന്നിടത്തേക്ക് പോകണ്ടാ. അപ്പൊ ഇത് കൊടുത്തിട്ട് എത്ര രൂപ കിട്ടണെന്ന് അറിയാം. കിട്ടോ കിട്ടില്ലെന്ന് നമുക്കറിയാം. എന്തായാലും പോയി നോക്കാം, കിട്ടട്ടെ. അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ. കൊടുക്കാനും തോന്നുന്നില്ല. സാരില്ല, വെറുതെ അലമാരിലിരിക്കേ. ഞാൻ പട്ട് സാരി എടുക്കല് കുറവാ. അപ്പൊ എന്തായാലും കൊടുക്കുമ്പോ നന്നായിട്ട് കസ വെക്കുന്നുണ്ട്. കണ്ട, നല്ല അടിപൊളി സാരി. ഈ വർക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ. കണ്ട, അന്നാ സാരി വാങ്ങിച്ചിട്ട് ഈ മുത്ത് ഞാൻ കോർത്തതാ. കുത്തിന് എന്തായാലും കഷ്ടപ്പെടുന്ന ഇത് കോർക്കാനായിട്ട്. ചിരി വരെ എനിക്ക്. എന്റെ പൊന്നു ചങ്കള, ഞാൻ എന്തായാലും സാരി എടുക്കാണ്ട് വെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. കിച്ചോടെ മണവാളൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഒരിക്കൽ എന്ത് കഴിയാനാണാവോ. ഇത് സിൽവർ അല്ലെങ്കിലും എന്താണെങ്കിലും അവിടെ ചെന്നിട്ടുള്ളത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്റെ ചങ്കളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇത് കൊടുത്തിട്ട് പൈസ കിട്ടില്ലെങ്കിൽ അതും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വെറുതെ ഇരിക്കണം. അപ്പൊ കിട്ടോ കിട്ടില്ലേ നമുക്ക് പോയി നോക്കാന്ന് വെച്ചിട്ട് വെറുതെ നടന്നത് ഒരു ഭാഗ്യ പരീക്ഷണം. എന്തെല്ലാം പരീക്ഷണം നമ്മൾ ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷണം കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ലഭിച്ചു പോയി. നല്ലതായാലും ചീത്തയായാലും നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ അങ്ങനെ കേട്ടാ. നല്ലതായാലും ചീത്തയായാലും സന്തോഷത്തോടെ കൂടി 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കും. അല്ലെ കിച്ചു? അതാണ് നമ്മുടെ പോളിസി. നമ്മളിപ്പോ കുത്താമ്പുള്ളിയിലല്ല, തൃശ്ശൂർ. ഇതൊരു മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോ കേരളത്തിൽ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹനീയമായ അടയാളമായി മാറിയിരിക്കുന്ന തൃശ്ശൂരിലേക്ക് നമുക്ക് വണ്ടി എടുക്കൂ. സാരഥിയാണ്, വണ്ടി എടുക്കൂ. അങ്ങോട്ട് നടക്കാം. കല്യാണത്തിന് പോണതിനാണ്. അപ്പൊ ചന്ദനത്തിന്റെ മണം ഈ കുരിപ്പിനെ. ചന്ദനത്തിന്റെ അത്ര തേക്കരുത്. ഇവൻ ചന്ദനത്തിന്റെ മണം തേച്ചിട്ട് എല്ലാ കവികളും ഇങ്ങനെ ചന്ദന മണവീണ പാതിച്ചാരി ചന്ദനത്തിൽ ശില്പം എന്ത് പറഞ്ഞാൽ തുമ്മിയാൽ കോപ്പറേറ്റ്. വയ്യാത്തോടെ ഞാൻ ക്ലാസ്സിൽ പോലും പോവാ. ഞാൻ വന്ന് പോയതിനെ കൊണ്ട് പണി എടുപ്പിക്കണേ. അപ്പൊ പോയിട്ട് വരാട്ടെ ചങ്കളെ. ടാറ്റ ബൈ ബൈ. മക്കളെ വീട് സൂപ്പറായിട്ട് നോക്കണം. അമ്മ വരുമ്പോ ഇത് എടുത്ത് കമുത്തി വെക്കരുത്, 2 കൂടിട്ട് കേട്ടാ. ഇവരൊക്കെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാലേ ഞാൻ വരുമ്പോഴേക്കും വീട് ഇങ്ങനെ ഇരിക്കും. ഏതൊക്കെ ഒരു സൈഡിലേക്ക് ഇരിക്കാറ് പതിവ്. അപ്പൊ വീട് നന്നായി നോക്കാം. പോയി വരാം. സാരി എടുക്കണ്ടാ പോണേ. ബൈ. ഹെൽമെറ്റ്. ഫിൽമാ നടി പോലെ ഉണ്ട്. ചുമ്മാറെന്താ എല്ലാവരും അങ്ങനെ തന്നെ പറയാറ്. ഹലോ ചങ്കളെ, അപ്പൊ നമ്മള് തൃശ്ശൂർക്ക് പോണ വഴിയാണ്. അപ്പൊ തൃശ്ശൂർക്ക് നമ്മൾ ടോൾ പാസ് എത്താറായി. നമ്മുടെ ടോളിന്റെ അവിടെ ഏകദേശം 1 കിലോമീറ്റർ എത്താറായി കഴിഞ്ഞപ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടിട്ടാ. അപ്പൊ ആ കാഴ്ച ചങ്കളെ കാണിക്കണം തോന്നി. അതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇവിടെ തന്നെ നിർത്തിയത്. ഞാൻ പാഞ്ഞു പോവായിരുന്നു കിച്ചു.
അപ്പം ഞാനിവിടെ കുറേ പെനക്കിച്ച് സ്ലോവിൽ പോകാം, നമുക്കിതൊക്കെ ആസ്വദിച്ച് പോകാം. കാരണം വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ലോങ്ങിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു മനോഹരമായ ഒരു കാഴ്ച നോക്കിക്കോട്ടെ. നമ്മുടെ തൃശ്ശൂർ ടോൾ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പായിട്ടാണ് കേട്ടോ. പുതുക്കാട് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ, പുതുക്കാട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ കാണിച്ചേ ഇത് കണ്ട ചങ്കളെ എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചു രസം കാണാൻ. ഓ ഒരു പ്രത്യേക ഭംഗിട്ടാ, നിറച്ചും വെള്ളം. മറ്റേ മീശപ്പുല്ല, മീശപ്പുല്ല് എന്ത് ആയിക്കോട്ടെ. പക്ഷെ ഭയങ്കര മനോഹരമായ കാഴ്ചന്റെ ചങ്കളെ, ഇതാരും മിസ് ചെയ്യരുത്. ഇവിടെ വന്ന് വേണമെങ്കിൽ ഈ കാഴ്ച കണ്ടോട്ടാ. നമ്മൾ മൂന്നാറിലൊക്കെ മറ്റേ നീല കുറിഞ്ഞി പൂത്തുന്നൊക്കെ പറയില്ല, അന്ന് പറഞ്ഞാൽ വെള്ളക്കുറിഞ്ഞി നിറച്ചും സെറ്റ് കാഴ്ച ചങ്കൾ. അടിപൊളി. ഇതൊക്കെ ഒരു പാടം മൊത്തം. അടുത്തേക്ക് ഇത്രയും ഭംഗി ഉണ്ടാവില്ല കിച്ചു, തൊട്ടടുത്തേക്ക്. ഈ സൈഡിൽ കുറച്ചുള്ളേ, അങ്ങോട്ട് പോണ്ട കിച്ചു. വണ്ടി താക്കോലെടുത്തോ? കണ്ട ചങ്കളെ എങ്ങനെയുണ്ട്? സെറ്റ് അടിപൊളിയല്ലേ? മോനെ എവിടേക്ക് പോണ? ഞാനൊന്നുമില്ല അങ്ങോട്ടേക്ക്, എനിക്ക് പേടിയാണ്. ഞാനൊന്നുമില്ല, ചെക്കൻ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിപ്പോണ്ട്. ഞാൻ പോകണമെന്നില്ല ചങ്കളെ. അപ്പം കണ്ടാ? അപ്പം എല്ലാവരും വന്ന് കണ്ടോട്ടോ ഇവിടെ. വേണ്ടത് മതി. എനിക്ക് എന്താണ് കിച്ചു? കിച്ചു അങ്ങോട്ടൊന്ന് പോണ്ട കിച്ചു, പേടിയാണ് കിച്ചു. ഞാനെടുത്തു കിച്ചു. ഇതാണ് നമ്മുടെ ആ സൂപ്പർ മീശപ്പുല്ലിൻ്റെ പാടം. മീശപ്പുലി മലയല്ലേ ഇത്, മീശപ്പുലി താഴ്വര. എടാ അപ്പോൾ എത്ര മനോഹരമായൊരു സംഭവമാണ്. അപ്പൊ ചങ്കള് ഒടുക്കത്തെ ഭംഗിയിട്ട് നല്ല രസം. നമ്മുടെ തൃശ്ശൂരിന്റെ ഹൃദയ ഭാഗത്താണ് ഈ സംഭവം, ഈ കാഴ്ച ഉള്ളത്. നമ്മുടെ ടോളിന്റെ 1 കിലോമീറ്റർ മുന്നാണ്, മറക്കണ്ട. വേണമെങ്കിൽ വന്ന് കണ്ട ഫോട്ടോ എടുത്തു. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് അപ്പൊ ചങ്കള നമ്മള് തൃശ്ശൂർ ടോളെത്തിട്ടാ. നമ്മളപ്പോ മീശപ്പുല്ലൊക്കെ കണ്ട് നമ്മള് തൃശ്ശൂർ ടോളെത്തി. ഇതാണ് ചങ്കളെ നമ്മുടെ തൃശ്ശൂർ ടോള്. തിരക്കില്ലാത്തോടത്തോട് പൊയ്ക്കോ. ആണോടാ 2 വീലർ കൊണ്ട് വഴി? ആണോ? അല്ലല്ലോ, ആണോ? എനിക്കങ്ങ് അറിയില്ല. ഈ ചെക്കനെ ഏതാ കണ്ടികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പയ്യനെ പോയാൽ മതിട്ടാ. അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അടുത്തത് നമുക്ക് കാഴ്ച കാണിച്ചു തരാട്ടാ. അപ്പൊ ചങ്കള് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാരത്തില്ല, എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ തൃശ്ശൂരാണ്. അപ്പൊ ഇവിടെ വിളിച്ച് എനിക്കിവിടെ സ്ഥലം വേണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ നമുക്ക് ഞാൻ സ്ഥലത്തേക്ക് ഒന്ന് പോകാം. എന്താവുമോ എന്തോ, കിട്ടാ കിട്ടി പോയാ പോയി, ഇത് കിട്ടാ കൂട്ടി അല്ലെങ്കിൽ ചട്ടി. അപ്പൊ പോയി നോക്കാം നമുക്കല്ലേ. വാ അടങ്ങിച്ചു. ചിലപ്പോ സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ ഇരുന്നില്ല. അതൊക്കെ അവിടെ ഒരു പാണ്ടിയാണ്ടിരിക്കുന്നേ. അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോ കളറ് വരും. വരയ്ക്കുമ്പോ അങ്ങനെ വരുന്നില്ല അല്ലേ? അതിനൊക്കെ എത്ര കിട്ടപ്പോ? അതിനൊക്കെ കുറച്ച് ഇത് കാഞ്ചീപുരത്തിലാണ് ഇത് വരതല്ല. ഇതൊക്കെ എന്തിനാ നിങ്ങൾ വീണ്ടും നൂലെടുക്കാൻ കേട്ടാ? നൂല് വീണ്ടെടുക്കാനാണോ? നമ്മുടെ യൂട്യൂബ് ചാനലാ, യൂട്യൂബ് ചാനൽ യൂട്യൂബ്. ആഹാ, എവിടെ വീട്? എവിടെയാ? അപ്പൊ ചങ്കള നമ്മുടെ ഈ സാരി പറ്റില്ല, നൂലാണെന്നാ പറയുന്നത്. നൂലല്ലത്, ഇത് നൂലാണെന്നാ പറയണത്. അപ്പൊ കാഞ്ചീപുരത്തിലാണ് ഈ പറഞ്ഞ ഇത് വന്നത്. മീശപ്പുലി ചിലപ്പോ പൂ വരച്ചു നോക്കിയേ.
എന്താ പേരെന്ത് ലക്ഷ്മണൻ എന്ന് പേര്, താത്താടെ പേര് ലക്ഷ്മണൻ എന്നാണ്. അപ്പൊ കാഞ്ചീപുരത്തല്ലേ വീട്? വീട് കാഞ്ചീപുരത്താണ് വീട് താത്താടെ. അപ്പൊ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം കേട്ടാ. ഞങ്ങളൊന്ന് വെറുതെ ഇവിടെ തൃശ്ശൂർക്ക് വന്നതാണ്. അപ്പൊ ഇതൊന്ന് കാണിച്ചു നോക്കാന്ന് വിചാരിച്ചു. യൂട്യൂബ് ആർക്ക് ഏഞ്ചൽസ് എല്ലാവർക്കും കാണാം. അഡ്രസ് ഇടുന്നു. കടയുടെ അഡ്രസ് ഇടണോ? ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ തൃശ്ശൂർ സ്ഥലം തൃശ്ശൂര് PO റോഡ്, റോഡ്, തൃശ്ശൂര് PO പോസ്റ്റ് ഓഫീസ് റോഡ് കേട്ടാ. ഹോമിയോ അത് മെഡിക്കൽ ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. ഒരു ഹോമിയോ മെഡിക്കൽ ഇതുണ്ട് ഇവിടെ. നിർമ്മല ഹോമിയോ സ്റ്റോറ്, മാവൻ നിധി, നിർമ്മല ഹോമിയോ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് വരും. ചാനൽ എഴുതിക്കോ പിടിച്ചോ ചങ്കള. അപ്പൊ ഇത് നമ്മുടെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡില് നിർമ്മല ഹോമിയോ സ്റ്റോഴ്സിന്റെ താഴെയാണ് ഈ കാത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കാഞ്ചീപുരം സാരി, നിങ്ങളുടെ സിൽക്ക് സാരികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വെള്ളിക്കസ പോലെ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാനിതൊന്ന് അറിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാരി നിങ്ങളുടെ വീടുകളിൽ പട്ടുസാരി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വന്നോട്ടെ. സ്ഥലം ഒന്നും പറയാം, പോസ്റ്റ് ഓഫീസ് റോഡ്, തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡ്, നിർമ്മല ഹോമിയോ സ്റ്റോഴ്സ് ബിൽഡിങ്. അതിന്റെ താഴെ ഇരിക്കുന്നു. ആളില്ല ആർക്കെ ഇൻഡസ്ട്രിനെ അടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ വരും. എൻ്റെ പേര് റഹീമ. ഓക്കെ ചങ്ങള. അപ്പൊ നമ്മള് പോകേണ്ട തൃശ്ശൂർ മൊത്തം വേൾഡ് വൈഡാണ് നമ്മുടെ ചാനൽ, എല്ലായിടത്തും കാണും. അപ്പൊ എല്ലാരും കാണും. അപ്പൊ അറിയുന്നവരൊക്കെ എന്തായാലും ശ്രീലങ്ക വരെ ഓക്കെ പോട്ടെന്നാ. അപ്പൊ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സാരി നൂൽ സാരിയാണ്. അപ്പൊ അറിയാത്തവരൊരു കാര്യം അറിയണം കേട്ടോ. എല്ലാ പട്ടുസാരിയും കൂടി വന്നിട്ട് കാര്യമില്ല. കാഞ്ചീപുരം സാരിയിലാണ് ഈ പറഞ്ഞ കസവ് ഉണ്ടാവുക അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? കാഞ്ചീപുരം സാരിയിലാണ് കേട്ടോ ഈ പറഞ്ഞ കസവ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്തായാലും ഒരു വീഡിയോയ്ക്ക് കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ഇത്രയും വരെ വന്നത്. അപ്പൊ കിച്ചു കാഞ്ചീപുരം അപ്പൊ 250 രൂപ പെട്രോൾ അടിച്ചിരുന്നു. 210 രൂപ പെട്രോൾ അടിച്ച് ഇവിടം വരെ എത്തിയത്. അപ്പൊ ആ 250 രൂപ നമ്മുടെ പോയി അല്ലേടി. അപ്പൊ തിരിച്ച് വന്ന സ്പീഡിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലാവരും ഓർക്കുക, ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാഞ്ചീപുരം സാരിയാണെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടാ. അപ്പൊ ഓക്കെ ചങ്കളെ. അപ്പൊ ടാറ്റ. അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ റഹീമ കൊച്ചിന്റെ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. കിച്ച് നമ്മള് പോണ വഴിക്ക് കിച്ചുണ്ടല്ല, കിച്ച് ഒരു ഫുള്ളൊക്കെ വാങ്ങിക്കണം വിചാരിച്ചോന്ന്. പള്ളിന്ന് രൂപ കൂടുതലെടുത്ത് കൊണ്ടുവന്ന പോലെ പള്ളിന്ന് രൂപ കൂടുതലെടുത്തിട്ട് മറ്റേ മതാധ്യക്ഷനുള്ള പെരുന്നാൾ ഇങ്ങനെ ആക്കിയുള്ളത്. ചിരിക്കടാ ചിരിക്കി. 250 ഞാൻ വീട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞേ 200 രൂപ പോവോ കിച്ച്, പോണോ പോണ്ടേ? നാരങ്ങല്ലേ ഇവളെ കൊണ്ടൊരു ബിരിയാണി കാശ് വന്നിട്ട് പോണല്ലോ വെച്ചിട്ട് അടിയില്ലാന്ന്. അപ്പൊ ഓക്കെ ചങ്കളെ, ടാറ്റ ബൈ ബൈ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നേരെ കുറച്ച് നേരം ഇവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇന്ന് വന്ന ഒരു ദിവസം ഞങ്ങൾക്ക് നല്ലൊരു ഭംഗിയുള്ള മനോഹരമായ കാഴ്ച കിട്ടി. ഒരു 210 രൂപ ചെലവാക്കിയാലും ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, ആ നമ്മുടെ ടോളില്ലേ അതിൻ്റെ അടുത്ത് ഒരു അടിപൊളി നല്ലൊരു വെള്ള കളറില് അത് ഞാനത് കൊണ്ടുവന്ന മീശപ്പുല്ലിന്റെ ഈ ഒരു പാടം കണ്ടിരുന്നു. അത്ര മനോഹരമായ കാഴ്ച. അപ്പൊ എല്ലാവരും വന്ന് കണ്ടോട്ടെ. അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ചങ്ങൾ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു. ലവ് യു. Subscribe now, your funniest YouTube channel, Archangel.